സഹൃദയരായ സഹോദരീ സഹോദരന്മാർ, വിദ്യാർത്ഥിനികൾ, മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, വിശിഷ്യ പണ്ഡിത ശിരോമണികൾ, മഹത്തുക്കളായ ഉസ്താദുമാർ, ജനപ്രതിനിധികൾ, വിശിഷ്യ സ്ഥലം MLA അഷ്റഫ് സാഹിബ്, മറ്റ് മഹൽ വ്യക്തിത്വങ്ങൾ, കഴിഞ്ഞ വർഷം ഈ ഉറൂസിന് നിർബന്ധിച്ചു ക്ഷണിച്ചു വരാമെന്ന് ഏറ്റു. വരാൻ കഴിയാതെ അഞ്ചനാഴ്ച ഇത്തവണയും വരാൻ കഴിഞ്ഞില്ല. അതെനിക്ക് വലിയ പ്രയാസമായി. ഇത്ര സ്നേഹിച്ച് ക്ഷണിച്ച് വരുത്തി. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വിളിച്ചു പറഞ്ഞ് വരാമെന്ന് പറഞ്ഞത്. പെട്ടെന്ന് ട്രെയിന് തിരിച്ച് നാട്ടിലേക്ക് എത്തേണ്ടത് കൊണ്ട് കുറഞ്ഞ കാര്യം മാത്രം പറഞ്ഞ് ഞാൻ എൻ്റെ സംസാരം ഉപസംഹരിക്കാം. ഞാൻ ഓതി കേൾപ്പിച്ച ആയത്ത് നിങ്ങളെല്ലാവരും ബൈഹാർട്ടാക്കേണ്ട, മനഃപ്പാടമാക്കേണ്ട ഒന്നാണ്. അത് നിങ്ങൾക്ക് ഒരു മീൽ ടിക്കറ്റാണ്, ഉപജീവന മാർഗമാണ്. ഈ ആയത്ത് പതിവായി ഓതുന്നവർക്ക് ദാരിദ്ര്യം പിടികൂടുകയില്ല, പട്ടിണി വിഷമങ്ങൾ സംഭവിക്കില്ല, ഐശ്വര്യം, സന്തോഷം, സമാധാനം കൈവരിക്കാൻ കഴിയും. മലേഷ്യ, സിംഗപ്പൂർ ഭാഗങ്ങളിലൊക്കെ ചെന്ന എല്ലാ മുസ്ലിം വീടുകളിലും ഫ്രണ്ടേജിൽ തന്നെ ഈ ആയത്ത് എഴുതി ഫ്രെയിം ചെയ്തിരിക്കും. മലേഷ്യൻ ജൈനുൽ ആബിദീൻ ബാഫക്കി തങ്ങൾ കഴിഞ്ഞ വർഷമാണ് 2 വർഷം പാടെ മരണപ്പെട്ടത്. അവിടെ എല്ലാ ദുആകളും ഈ ആയത്ത് കേൾക്കാൻ കഴിയും. സൂറത്തു തഹ്രീമിൽ, സൂറത്തു തലാഖിൽ 2-ാമത്തെയും 3-ാമത്തെയും ആയത്താണ് ഈ ആയത്ത്. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ. ഐശ്വര്യവും ദാരിദ്ര്യവും നൽകുന്നവൻ റബ്ബാണ്. ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്കി തൂത്തിൽ മുൽക മൻ തശാ വതൻസിഉൽ മുൽക മിമ്മൻ തശാ വതുഇസ്സു മൻ തശാ വതുദില്ലു മൻ തശാ ബിയദികൽ ഖൈർ ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ തൂലിജുൽ ലൈല ഫിൻ നഹാരി വതൂലിജുൻ നഹാറ ഫിൽ ലൈൽ വതുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്തി വതുഖ്രിജുൽ മയ്യിത്ത മിനൽ ഹയ്യ് വതർസുഖു മൻ തശാ ബിഗൈരി ഹിസാബ്. മീഡിയകളിലൂടെ ദിനം പ്രതി ഇന്ന് വരെ സാധാരണക്കാരനായി ജീവിച്ച എത്രയോ ആളുകൾ നാളെ ജനപ്രതിനിധിയായി മാറുന്നു, ഭരണാധികാരിയായി മാറുന്നു, രാജാവായി മാറുന്നു. ഇന്ന് വരെ രാജാവായി ജീവിച്ച ആളുകൾ നാളെ രാജാവുമല്ല, രാജാവിൻ്റെ പ്രതിനിധിയുമല്ല, നാടിൻ്റെ പഞ്ചായത്ത് മെമ്പർ പോലും അല്ലാതെയായി മാറുന്നു. ദിനംപ്രതി കാണുന്നില്ലേ? എല്ലാം നൽകുന്നവൻ റബ്ബാണ്. റബ്ബിനെ മറന്ന് ഞാനും നിങ്ങളും ജീവിക്കരുത്. കം ആഖിലിൻ അയത്ത് മദാഹിബുഹു വകം ജാഹിലിൻ തൽഖാഹു മർസൂഖാ. എത്ര പരമദരിദ്രർ, ബുദ്ധിയും യുക്തിയും കടിയുമില്ലാത്ത പരമസാധുക്കൾ വിജയിക്കില്ല, മെച്ചപ്പെടില്ല, നന്നാവില്ല എന്ന് സർവരും വിധി എഴുതിയിരുന്ന എത്രയോ ആളുകൾ പിൽക്കാലങ്ങളിൽ അവർ വലിയ മഹത്തുക്കളും ഉന്നതരും പരമോന്നതവുമായി മാറിയ അനുഭവങ്ങൾ എക്കാലത്തുമില്ലേ? ഈ നാട്ടിലില്ലേ? നിങ്ങളുടെ അറിവിലില്ലേ? അതേ സ്ഥാനത്ത് വകം ആഖിലിൻ അയത്ത് മദാഹിബുഹു, അത്യുന്നതരായി, ഹൈ ക്വാളിഫൈഡായി, ഹൈ എഡ്യൂക്കേറ്റഡായി, ഹൈ റെസ്പെക്റ്റഡായി
സർവരാലും വലിയ പ്രതീക്ഷ വെച്ചിരുന്ന എത്രയെത്രയോ ആളുകൾ പിൽക്കാലങ്ങളിൽ ഒന്നുമല്ലാതെയായി എടുക്കപ്പെടാത്ത നാണയങ്ങളായി മാറിയത് നമ്മുടെ മുമ്പിലില്ലേ? ഇത് നൽകുന്ന പാഠം ആർക്കും ഐശ്വര്യവും ദാരിദ്ര്യവും നൽകുന്നത്, ശക്തിയും ശക്തിക്കുറവും നൽകുന്നത്, രോഗവും അനാരോഗ്യവും നൽകുന്നത്, സുഖവും ദുഃഖവും നൽകുന്നത്, രാവും പകലും സൃഷ്ടിച്ച, പകൽ രാത്രിയാക്കുന്ന, രാത്രിയെ പകലാക്കുന്ന അല്ലാഹു ഒരു മാസം മുമ്പ് വരെ സുബഹി മഗ്രിബ് 6 മണിക്കാണായിരുന്നതെങ്കിൽ ഇപ്പോൾ 6:20 അടുത്താകും. അതുപോലെ സൂര്യൻ ഇപ്പോൾ കുറച്ച് വൈകിട്ടാണ് ഉദിക്കുന്നത്. നേരത്തെ രാത്രിയായി ഇപ്പം പകലാകുന്നു, പകലാകുന്ന രാത്രിയാകുന്നു. ഇതൊക്കെ ഇന്നൊന്നലി തുടങ്ങിയതല്ലല്ലോ. സോളാർ സിസ്റ്റം നോക്കിയാൽ കാണാം, about 5 billion years ago, 500 കോടി വർഷങ്ങളായി ഇത് കാണുന്നു. എൻ്റെ നിങ്ങളുടെ മുമ്പിലുള്ള ഈ മെർക്കുറികൾക്ക് ദിവസം എത്ര വാടക കൊടുക്കുന്നുണ്ട്? അതിനെത്ര ഡീസലിൻ്റെ ചെലവുണ്ട്? അത് സ്വിച്ച് ഓൺ ചെയ്യണ്ടേ, അത് സ്വിച്ച് ഓഫ് ചെയ്യണ്ടേ? അങ്ങനെയൊക്കെ ആണെങ്കിലും എത്ര ഉയർന്ന കമ്പിയുടെ പ്രോഡക്റ്റ് ആണെങ്കിലും ഏതാനും ദിവസങ്ങൾ, മാസം കഴിയുമ്പോൾ അത് ഫീസായി പോകുന്നില്ലേ? എന്നാൽ സൂര്യന് ആരെങ്കിലും സ്വിച്ച് ഓൺ ചെയ്യാറുണ്ടോ? ആരെങ്കിലും വൈകിട്ട് 6:20 സ്വിച്ച് ഓഫ് ചെയ്യാറുണ്ടോ? അതിന് ഡീസലോ പെട്രോളോ മറ്റുമല്ല ഇന്ധനം നിറക്കാറുണ്ടോ? അത് ഇന്നേ വരെ ഫീസായിട്ടുണ്ടോ? അതിന് 1 മാസം 2 മാസമൊന്നും അല്ല, മറിച്ച് നിങ്ങളുടെ കൈവശമുള്ള കുട്ടികൾ വായിക്കുന്ന സോളാർ സിസ്റ്റത്തിൽ 5 billion ago എന്നാ കാണുക. 1 ബില്യൺ എന്ന് പറഞ്ഞാൽ 100 കോടിയാണ്. 1 മില്യൺ 10 ലക്ഷമാണ്. 1 ബില്യൺ 100 കോടിയാണ്. 3 പൂജ്യം ഉണ്ടായാൽ 1000ആയി. 6 പൂജ്യം ഉണ്ടായാൽ 1 മില്യനായി. 12 പൂജ്യം ഉണ്ടായ 1 ബില്യനായി. 15 സീറോ ഉണ്ടായാൽ 1 ട്രില്യനായി. 18 സീറോ ഉണ്ടായ 1 സില്യനായി. ഈ 1 ലക്ഷം 1 കോടി എന്നൊക്കെ പറഞ്ഞത് ലോകത്താകെ സൗത്ത് ഏഷ്യക്കാർ മാത്രമേ പറയുള്ളൂ. ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് ഉള്ള നാട്ടുകാർക്ക് മാത്രമേ ഈ 1 മില്യൺ, ഈ 1 കോടി ലക്ഷമൊക്കെ അറിയുള്ളൂ. ലോകത്തോടെയും ഈ 1 കോടിയും 1 ലക്ഷവും എന്നുള്ള പദമൊന്നുമില്ല. അവിടെയൊക്കെ മില്യൺ, ബില്യൺ, ട്രില്യൺ, സില്യൺ എന്നൊക്കെയാണ് പറയുക. അപ്പോൾ ഏതായിരുന്നാലും ശരി, നിങ്ങളെ കൈവശമുള്ള കുട്ടികൾ മാപ്പുകളിൽ സോളാർ സിസ്റ്റം മാപ്പുകൾ നോക്കിയാൽ കാണാം 5 billion years ago, 500 കോടി വർഷം. അല്ലാ, ഇന്ന് വരെ അതിൻ്റെ ചലനങ്ങളിൽ യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. ആര് മരിച്ചാലും ശരി, ജനിച്ചാലും ശരി, ലോകത്തെ പ്രധാനമന്ത്രിമാരും പ്രസിഡന്റുമാരും ലോകത്ത് എന്ത് സംഭവിച്ചാലും ശരി, 1 കോട്ടവും സൂര്യന് സംഭവിച്ചിട്ടില്ല. അത് ഇടയ്ക്കിടെ ഇന്നലെ രാത്രിയായത് ഇന്ന് പകലാകുന്നുണ്ട്, പകലായത് രാത്രിയാകുന്നുണ്ട്. അത് നിശ്ചയിച്ച ഒരു സഞ്ചാര റൂട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടത്, ഈ ഐശ്വര്യം നൽകുന്നതും ദാരിദ്ര്യം നൽകുന്നതിനൊക്കെ അല്ലാഹു തആല സ്വീകരിക്കുന്ന ചില മാനദണ്ഡങ്ങളുണ്ട്. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ. പല നിലയിലും അല്ലാഹു തആല പരീക്ഷിക്കും. ഇത് പറയുമ്പോൾ
സത്യനിഷേധികൾ ഇവിടെ സുഭിക്ഷരായി സുഖലോലുപരായി കഴിയുന്നില്ലേ? നല്ല മുത്തഖീങ്ങൾ വളരെ പ്രയാസത്തിലും കഷ്ടപ്പാടിലും കഴിയുന്നില്ലേ? ചിലപ്പോഴൊക്കെ കുട്ടികൾ പറയും ബലാലിനാണ് ബറക്കത്ത് എന്ന് പറയും. നിസ്കരിക്കാൻ വരാത്ത, പള്ളി കയറാത്ത, നോമ്പ് വിൽക്കാത്ത, നിസ്കരിക്കാത്ത ആക്ക് വലിയ പേര, നല്ല വാഹനം, നല്ല ജീവിതം. ഇതൊന്നും കണ്ട് ഞാനും നിങ്ങളും വഞ്ചിതരാവരുത്. ഖുർആൻ അല്ലാഹു തആല പറയുന്നു, സനസ്തദ്രിജുഹും മിൻ ഹൈതു ലാ യഅലമൂൻ. കുട്ടികൾക്ക് സമുദ്ര തൊഴിലാളികളെ കുറിച്ചറിയാം. ഏപ്രിൽ മെയ് മാസങ്ങളിൽ വെക്കേഷൻ ടൈമിൽ കുട്ടികളെല്ലാം പുഴയുടെ ഓരത്ത് നിന്നിട്ട് ചൂണ്ടലിട്ട് മീൻ പിടിക്കലുണ്ടാകും. ആ ചൂണ്ടലുമിൽ ചൂണ്ടാന്നല്ല ഇവിടെ പറയാ, ഗാളർമ്മിൽ എരകള്, എന്താ എരവിടെ എന്താ പറയാ, പൂമാലിയോ അല്ലെങ്കിൽ ചെമ്മീനോ എന്താ, നക്കിള് കടലെറിയും, പുഴയിലെറിയും. എന്നിട്ട് ഇങ്ങനെ പിടിച്ചിങ്ങനെ എന്തോ ഒരു ഖുശൂൽ ഖൽബ, എന്തോ ഒരു ഹുദൂറുൽ ഖൽബ. മീൻ കൊത്തിയ അപ്പം ഇവിടെ അറിയും. കുട്ടികൾ മീൻ കൊത്തിയ ഉടനെ വലിക്കൂലേ? വലിക്കലുണ്ടോ? എന്താ കാട്ടല്? ഒന്നും കൂടി ലൂസാക്കി കൊടുക്കും. എന്തിനാ ലൂസാക്കണത്? അല്ലോ ആ സാധു മത്സ്യം വിശന്ന അവശനായി പട്ടിണി കിടക്കുകയാണ്, എൻ്റെ പട്ടിണി മാറിക്കോട്ടെ എന്ന് കരുതിയിട്ടാണോ? ആണോ? അല്ല. എന്തിനാണ്? പെട്ടെന്നിട്ട് വലിച്ചാ ചിലപ്പോൾ അത് കൊതറി രക്ഷപ്പെട്ടേക്കാം. അതിൻ്റെ നല്ലോണം അങ്ങ് വായിലങ്ങ് കുടുങ്ങട്ടെ, കുറച്ച് നല്ലോണം അങ്ങ് കഴിക്കട്ടെ, എന്നിട്ട് ഒരു വരി വലിച്ചാൽ അതിനൊരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു തആല അവനെ ധിക്കരിച്ച് നടക്കുന്ന, അവനെ വെറുപ്പിക്കുന്ന ആളുകളെ പെട്ടെന്ന് അല്ലാഹു തആല പിടിച്ചോളുന്നില്ല. ചിലപ്പോ നല്ലോണം ലൂസാക്കും. ഓ നല്ലോണ്ട് സുഖിക്കട്ടെ, ചെയ്യാനുള്ളൊക്കെ ചെയ്യട്ടെ, കാട്ടാനുള്ളൊക്കെ കാട്ടട്ടെ. അവസാനം വെച്ചുണ്ട് അല്ലാഹു ഒരു പിടിക്കല് പിടിക്കാൻ, അല്ലാഹു പാഠം പഠിപ്പിക്കാൻ. ഫിർഔനറിയില്ലേ? ഖാറൂനറിയില്ലേ? നമ്രൂദിനറിയില്ലേ? അടുത്ത കാലത്ത് കഴിഞ്ഞ് ഹിറ്റ്ലറെ കുറിച്ച് അറിയില്ലേ? ഹിറ്റ്ലറൊക്കെ ആരായിരുന്നു? അതുപോലെ എത്ര എത്ര ധിക്കാരികൾ, അഹങ്കാരികൾ ഇന്ന് ജീവിച്ചിരിക്കുന്നവരാരും കരുതണ്ട ഞാൻ പരമാധികാരിയാണെന്നൊന്നും കരുതണ്ട. അതൊക്കെ നമുക്കൊരു കാലത്ത് തിരിച്ചറിയാൻ കഴിയും. അപ്പം ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് അല്ലാഹു തആല ഇഷ്ടപ്പെട്ട് കൊടുക്കുക, അതാണ് ഇവിടെ പറയുന്നത്. പരീക്ഷണത്തിൻ്റെ കൊടുതിയല്ല പറയുന്നത്. ഇതൊരു പരീക്ഷാ ഹാളാണ് ദുനിയാവ്. പരീക്ഷാ ഹാളിൽ AC ഹാളിലിരുന്ന കുട്ടി ഒരു പക്ഷേ തോറ്റേക്കാം റിസൾട്ട് വരുമ്പോൾ. AC-യും ഫാനും ഇല്ലാതെ കൊതുകിൻ്റെയും മൂട്ടയുടെയും കടിയേറ്റ പരീക്ഷാർത്ഥികൾ റിസൾട്ട് വരുമ്പോൾ ചിലപ്പം വിജയിച്ചേക്കാം. അപ്പം ഇതൊന്നും കണ്ടിട്ട് ഞാനും നിങ്ങളും വഞ്ചിതാത്. ഫഅമ്മൽ ഇൻസാനു ഇദാ മബ്തലാഹു റബ്ബുഹു ഫഅക്രമഹു വനഅമഹു ഫയഖൂലു റബ്ബി അക്രമൻ. അല്ലാഹു തആല കുറേ വാരിക്കോരി നൽകിയണമെന്ന് മനസ്സിലാക്കാൻ നിൽക്കണ്ട. അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ, മഹത്തുക്കൾ, സ്വാലിഹ്യങ്ങൾ, ആരിഫീങ്ങൾ അവർക്ക് ദുആക്ക് ഉത്തരം കിട്ടിയാൽ പേടിയാന്നാ. നമ്മളൊക്കെ ദുആക്ക് ഉത്തരം കിട്ടിയില്ലെങ്കിൽ പിന്നെ ആ മജ്‌ലിസിൽ തന്നെ വരൂല. എന്തേ ഇപ്പോൾ ദ്വാരുന്നിട്ട് എത്ര കാലമായി? ഇവിടെ എത്ര റുപ്യ നീർച്ചാക്കി സിയാറത്തിന്, മക്ബറയിൽക്ക്
ദുആക്ക് ഉത്തരം കിട്ടിയിട്ടില്ലല്ലോ എന്നാണ് നമ്മൾ പറയുക. ഔലിയാക്കൊക്കെ ആരിഫ്യങ്ങൾ സ്വാലിഹ്യങ്ങൾ ദുആക്ക് ഉത്തരം കിട്ടുമ്പോൾ പേടിയാന്നാ. പടച്ചോനെ അല്ലാഹു തആല എങ്ങനെ കൊടുത്തതാണ്. എൻ്റെ നിങ്ങളുടെയും വീട്ടിൽ മക്കള് വാപ്പ പാ അബി ഒരു സ്വീറ്റ്സ് ഒരു മിഠായി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മിഠായി കൊടുക്കും. കുട്ടികൾ വാപ്പാര് എന്ത് മിഠായിയാണ്, ഏത് മിഠായിയാണ്, എങ്ങനത്തെ മിഠായിയാണ്, എന്താ കാട്ടുക, കുറേ നേരം ചിലപ്പോൾ കളിപ്പിക്കും. ഇല്ലേ, ഇതെന്താ വാപ്പൻ്റെ കയ്യിൽ മിഠായി ഇല്ലേട്ടാ, വാപ്പ കൊടുക്കാൻ കഴിയേട്ടാ. അതാ കുട്ടികളുടെ സൗണ്ട് കേൾക്കുക, അവരാ ചിരിയും കളിയും തമാശയും കണ്ട് ആസ്വദിക്കലാണ്. അതെല്ലാം കഴിഞ്ഞിട്ട് ഒരു യാചകൻ വന്നാൽ ബെല്ലടിച്ച് കണ്ട അപ്പം തന്നെ 2 റുപ്യ 5 റുപ്യ കൊടുത്തിട്ട് യാചകനെ പറഞ്ഞേക്കും. അപ്പോൾ കുട്ടിക്ക് വാപ്പ ഞാനൊരു മിഠായി വെച്ചപ്പം വാപ്പനെ എത്ര കളിപ്പിച്ച്. മറ്റേ ആൾ വന്നപ്പോൾ ചോദിക്കുന്നതിന് മുമ്പ് വാപ്പ കൊടുത്ത്. ഇതെന്താ? ഹിക്കമിന്റെ ശറഹിൽ കാണാം ഇതെല്ലാം. അഥവാ യാചകന്റെ ശബ്ദം കേൾക്കണ്ട, യാചകനെ കാണണ്ട, അവനെ വിശ്വസിക്കാൻ പറ്റൂല. ആ ശല്യണ്ട് വേഗം പൊയ്ക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ചോദിക്കുന്നതിന് മുമ്പ് 5 റുപ്യ 10 റുപ്യ കൊടുത്തിട്ട് വേഗം മടക്കി വിടുന്നത്. അതേ സ്ഥാനത്ത് സ്വന്തം ഭാര്യ, സ്വന്തം മക്കള്, ചെറുമക്കള്, പേരമക്കള് ചോദിക്കുമ്പോൾ കുറേ നേരത്തെ സ്വയ്പ്പാക്കണത് സ്വയ്പ്പാക്കല്ല, അതൊരു രസ അവരെ സൗണ്ട് കേൾക്കാൻ. അപ്പോൾ അല്ലാഹു തആല ചിലപ്പം വല്ലാതെ ഇഷ്ടപ്പെട്ടാലേ അല്ലാഹു തആലക്ക് ഓലെ ശബ്ദം കേൾക്കാൻ പടച്ചോനെ എന്താ തരാത്ത റബ്ബേ, ഞാൻ എത്ര കാലമായി ചോദിക്കണ റബ്ബേ. അല്ലാഹു തആലക്ക് അത് രസമാണ്. അപ്പോൾ ഔലിയാക്ക് കഥാ പേടി, അല്ലാഹു തആല എന്നെങ്ങാനും വെറുത്തിട്ടാണോ അല്ലാഹു തആല ഈ തരുന്നത്? എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ മനസ്സിലാക്കണം. അപ്പം ഞാൻ ആ ഭാഗങ്ങൾക്ക് ഇപ്പോൾ കടക്കുന്നില്ല. ഞാൻ ഈ പറഞ്ഞ ആയത്തിൻ്റെ അർത്ഥം പൂർത്തീകരിക്കുന്നു. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ. നിങ്ങൾ അല്ലാഹുവിൽ തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിച്ചാൽ അല്ലാഹു പറഞ്ഞതെല്ലാം കേട്ടു, അല്ലാഹു നിരോധിച്ചതെല്ലാം നിങ്ങൾ ഒഴിവാക്കി, അല്ലാഹുവിനെ ധിക്കരിച്ച് നിങ്ങൾ നടന്നിട്ടേയില്ല, ഇഷ്ടപ്പെടാത്തൊന്നും ചെയ്തിട്ടില്ല, എന്നാൽ യജ്അൽ ലഹു മഖ്റജ, അല്ലാഹു തആല തീർച്ചയായും നിങ്ങളെ വെറുതെയാക്കില്ല, നിങ്ങൾ അല്ലാഹു തആല ഖായിബാക്കില്ല. അല്ലാഹു തആല നിങ്ങൾക്ക് വാരിക്കോരി നൽകി നിങ്ങളെ സന്തോഷിപ്പിക്കും. ആ സന്തോഷങ്ങളൊക്കെ പറഞ്ഞാൽ നമ്മൾ വിചാരിച്ച മാതിരി ആയിക്കൊള്ളുന്നില്ല. ദുആക്ക് ഉത്തരം ലഭിക്കൽ 3 വിധത്തിലാണ്. പല ചെറുപ്പക്കാരും പറയാറുണ്ട്, എന്ത് പള്ളിക്ക് എന്താ പറയുക, കടുമ്പാറ പള്ളിക്ക് ഞാൻ കാശ് നിർച്ചാക്കി, കടുമ്പാറ ഊറൂസിന് ഞാൻ അരി കൊടുത്ത്, ഊറൂസിന് ഞാൻ മാംസം നൽകി, ഉസ്താദ് കുറേ ദ്വാരുന്നു, ഞാൻ അപ്പം തന്നെ ശരിയാവുമെന്ന് വിചാരിച്ചു. ഒട്ടും ശരിയായിട്ടില്ല. വെറുതെ ഓരോ തട്ടിപ്പ് വെട്ടിപ്പ്, എന്തെല്ലാം ജാതി തരികിടകളാ ഇപ്പോൾ ഉസ്താദന്മാരൊക്കെ കാട്ടിക്കൂട്ടും. ഒരു കാര്യം മനസ്സിലാക്കണം, ദുആക്ക് ഇജാബത്ത് 3 രൂപത്തിലാണ്. ഇമ്മ ആജിലൻ, ഒരുപക്ഷെ ചോദിച്ച ഉടനെ തന്നെ അല്ലാഹു തആല കൊടുത്തെന്ന് വന്നേക്കാം. ഇമ്മ ആജിലൻ, ചിലപ്പോൾ ചോദിച്ച ഉടനല്ല കൊടുക്കുക, കുറേ ആഴ്ചകളോ മാസങ്ങളോ കൊല്ലങ്ങളോ കഴിഞ്ഞിട്ടാ കൊടുത്തേക്കുണ്ടാകുക. വൈമ യുസ്തിഫുസ്വാനോ, അല്ലെങ്കിൽ ചോദിച്ചതല്ലാത്ത എന്തെങ്കിലും അല്ലാഹു തആല കൊടുത്തേക്കാം. അത് പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നും, ആ കണ്ടോ തരികിട തട്ടിപ്പ്, എന്തെല്ലാം ന്യായീകരണം.
ലോകത്തെല്ലാ മനുഷ്യരും അങ്ങനല്ലേ ചെയ്യാറുള്ളത്? ഇവിടെ ധാരാളം രക്ഷിതാക്കളുണ്ട്, ഉമ്മമാരുണ്ട്, ഉപ്പമാരുണ്ട്. ഇന്ന് ഊറൂസ് കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ കുട്ടികൾ വാപ്പനോട് ചോദിക്കുകയാണ്, വാപ്പ നാളെ സ്കൂളിലേക്ക് പരീക്ഷാ ഫീസ് വേണമെന്ന് പറഞ്ഞു. നാളെ ലാസ്റ്റ് ഡേറ്റാണ്, പരീക്ഷാ ഫീസ് അടച്ചില്ലെങ്കിൽ എനിക്ക് ഹാൾ ടിക്കറ്റ് കിട്ടൂല, എനിക്ക് പരീക്ഷ എഴുതാൻ കഴിയില്ല എന്ന് പറഞ്ഞു. ഏത് പരമദരിദ്രനായ ഫാദർ ആണെങ്കിലും മദർ ആണെങ്കിലും ഉപ്പയാണെങ്കിലും ഉമ്മയാണെങ്കിലും ആ സെക്കൻഡിൽ എവിടെന്നെങ്കിലും കടം വാങ്ങിയിട്ട് അല്ലെങ്കിൽ കാതിലും കഴുത്തുള്ള ആഭരണം തൂക്കി വിറ്റിട്ടെങ്കിലും കൊടുക്കൂലേ? പെട്ടെന്ന് കൊടുക്കൂലേ? ആ മകൻ പരീക്ഷയിൽ അത്യുന്നത വിജയം നേടി. അല്ലെങ്കിൽ ജനുവരി മാസമാണ്, 26-ന് റിപ്പബ്ലിക് ഡേയിൽ ഒരു മഹാ അത്ഭുതം സൃഷ്ടിച്ച് രാഷ്ട്രപതി അവാർഡിന് വിധേയനായി. അടുത്ത ജനുവരി 26-ന്, എല്ലാ ജനുവരി 26-നും നാഷണൽ ലെവലിൽ ശക്തികൾ തെളിയിച്ച അല്ലെങ്കിൽ ജീവൻ രക്ഷിച്ച അല്ലെങ്കിൽ അത്ഭുത പ്രതിഭകൾക്ക് പ്രധാനമന്ത്രി അവാർഡ് കൊടുക്കാറുണ്ട്. അത് നിങ്ങളൊരു മോൻക്ക് രാഷ്ട്രപതിൻ്റെ അവാർഡിന് അർഹനായി. ആ വാർത്ത പത്രത്തിലൊക്കെ വന്നു. 13 വയസ്സായിട്ടുള്ളൂ. വന്നപ്പം മകൻ വന്നിട്ട് വാപ്പനോട് പറയാണ്, വാപ്പാ വാപ്പാ, നിങ്ങളെ പേരല്ല ഇപ്പം എല്ലാ പത്രത്തിലും, നിങ്ങളെ മോനല്ലേ ലോകത്ത് മുഴുവൻ നിറഞ്ഞിരിക്കണത്. അപ്പം എനിക്ക് വാപ്പ നല്ലൊരു ബജാജ് മോട്ടോർ ബൈക്ക് വാങ്ങിത്തരണം എന്ന് പറഞ്ഞാൽ എന്താ വാപ്പ ചെയ്യുക? കോടീശ്വരനായ വാപ്പ അപ്പം തന്നെ നല്ല മോട്ടോർ ബൈക്ക് വാങ്ങിക്കൊടുക്കുമോ? കയ്യിൽ കാശില്ലാത്തത് കൊണ്ടാണോ? വേണ്ടാത്തത് കൊണ്ടാണോ? കാശുണ്ട്, വേണ്ടതാണ്, പക്ഷെ ഇപ്പം അത് കൊടുക്കാൻ പാടില്ല. വാപ്പ മകനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു പൊന്നുമോനെ, ഞാൻ നിനക്ക് ബജാജ് ബൈക്കല്ല വാങ്ങാൻ ഉദ്ദേശിക്കുന്നത്, എനിക്ക് ഞാൻ എസ് ക്ലാസ് ബെൻസ് വാങ്ങിത്തരാം, ഞാൻ റേഞ്ച് റോവർ വാങ്ങിത്തരാം, ഞാൻ ലെക്സസ് വാങ്ങിത്തരാം, ഞാൻ റോൾസ് റോയ്സ് വാങ്ങിത്തരാം, എന്തും വാങ്ങിത്തരാം. പക്ഷേ പൊന്നുമോന് കുറച്ചൊന്ന് ക്ഷമിക്കണം. ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടട്ടെ, അതിലുള്ള പ്രായം ആവട്ടെ, ഒരു 18 വയസ്സെങ്കിലും ആവട്ടെ. അപ്പോൾ വാപ്പൻ്റെ കയ്യിൽ കാശില്ലാത്തത് കൊണ്ടല്ല, ആവശ്യമില്ലാത്തത് കൊണ്ടല്ല, ഈ സമയത്ത് അതിന് ഉപകാരമല്ല എന്ന് മനസ്സിലാക്കി. അപ്പം നമ്മൾ ചോദിക്കുന്ന കാര്യം, അള്ളാഹുവിനെ അറിയൂ. ഇപ്പം തന്നെ കിട്ടൽ ഹൈറാണെങ്കിൽ അള്ളാഹുത്തിന് ഇപ്പം തന്നെ തരും. ചിലപ്പോൾ ഇപ്പം തരല് ഹൈറുണ്ടാവില്ല. ഞാൻ ഉദാഹരണം പറയാം. തറയിട്ടാൽ മാജിദ് പറഞ്ഞ മനുഷ്യണ്ട്. അയാൾ കുറേ കാലം ഗൾഫിലിരുന്നു. അങ്ങനെ 10-40 കൊല്ലം മുമ്പ്, അന്നൊക്കെ നെല്ലിന് നല്ല വിലയായിരുന്നു. ഒരേക്കറ വയൽ വാങ്ങി സെൻറ്റിന് 5 ഉറുപ്പ്യ വെച്ചിട്ട് 5 ലക്ഷം ഉറുപ്പ്യക്ക് അയാൾ ഇത് വിറ്റിട്ട് എന്തെങ്കിലുമൊക്കെ ആക്കാമെന്ന് കരുതി റിസൈൻ ചെയ്ത് ഇവിടെ വന്നു. നെല്ലിന് വിലയില്ലാതെ മാറി, തൊഴിലാളികൾക്ക് ചാർജ് കൂലി കൂടി, ജീവിക്കാൻ ഒരു മാർഗവും ഇല്ലാതായി. എല്ലാ സ്വലാത്തിനും മലപ്പുറം മേൽമുറിയിലാൾ വരും, എല്ലായിടത്തും സിയാറത്തിന് പോകും. ഇയാളാകെ വരക്കണ എന്തിനാണ്? ആ സ്ഥലം പെട്ടെന്ന് വിട്ട് പോകാനാ. സമാധാനിപ്പിക്കാനുള്ള വാക്കുകളെല്ലാം പറഞ്ഞ് സമാധാനിപ്പിച്ച് നോക്കി. ഒരാഴ്ചം വന്നിട്ട് പറഞ്ഞ് വിറ്റിന് അഡ്വാൻസ് കിട്ടീന്ന് പറഞ്ഞു. പിന്നെ വന്നിട്ട് അയാൾ കച്ചവടം ഒഴിഞ്ഞെന്ന് പറഞ്ഞു. എന്താ റബ്ബെ ചെയ്യാ? മാഷാ അല്ലാഹ്. പിന്നീട് സംഭവിച്ച എന്താണെന്നറിയാമോ? അദ്ദേഹത്തിൻ്റെ സ്ഥലത്തിൻ്റെ തൊട്ട് ചേർന്നിട്ടാണ് എടവണ്ണപ്പാറ ബസ് സ്റ്റാൻഡ് പാസ്സായത്.
അപ്പോൾ അവിടെ സെൻറ്റിനുള്ള 5 ലക്ഷമായി മാറി. മനസ്സിലാക്കണം. ഈ സൈഡിൻ്റെ നേരെ എതിർ സൈഡിലാണ്, ഓപ്പോസിറ്റ് സൈഡിലാണ് എണ്ണപ്പാറ ബസ് സ്റ്റാൻഡ് പാസ്സായ. അന്നെങ്ങാനും വിറ്റിക്കുകയാണെങ്കിൽ സെൻറ്റിൽ 5,000 വിൽക്കലുണ്ടാകുക. ഈ ബസ് സ്റ്റാൻഡ് എങ്ങാനും വരുന്നത് ഇയാൾ അതിൻ്റെ പേരിൽ മാനസികരോഗിയാവൂലായിരുന്നു. അപ്പം നമുക്കതറിയില്ല. നമ്മളിതിലൊന്നും തകരരുത്, തളരരുത്, ഒളിച്ചോടരുത്, ആത്മഹത്യ ചെയ്യരുത്, ആരെയും കുറ്റപ്പെടുത്തരുത്. ദുആ ചെയ്യുമ്പോൾ ആദ്യത്തെ മര്യാദയാണ് മഹാനായ നബിയുല്ലാഹി സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങൾ ദുആ പോയത് റബ്ബേ ഇക്കാലം അത്രയും ചോദിച്ച ഉത്തരം കിട്ടാത്ത ഒന്നും ഉണ്ടായിട്ടില്ല. കാഫ് ഹാ യാ ഐൻ സ്വാദ് ദിക്റു റഹ്മത്ത് റബ്ബിക നാദാ ദിക്റു റഹ്മത്ത് റബ്ബിക അബ്ദഹു സക്കരിയ നാദാ റബ്ബഹു നിദാഅൻ ഖഫിയ ഖാല റബ്ബി ഇന്നി വഹനൽ അൽമു മിന്നി വസ്തഗ്ല റൂസു വലം അകും ബിദുആഇക റബ്ബി ശഖിയ. ഇപ്പോഴും ദ്വാരക്കും പറയേണ്ട വാക്കാ. വലം അകും ബിദുആഇക റബ്ബി ശഖിയ. റബ്ബേ ഞാൻ ചോദിച്ച ഉത്തരം കിട്ടാത്ത ഒന്നും ഉണ്ടായിട്ടില്ല. ഞാൻ ചോദിച്ച ഉത്തരം കിട്ടാത്ത ഒന്നും ഉണ്ടായിട്ടില്ല. നിങ്ങൾ ആ വാക്ക് പറയലോടുകൂടെ എന്ത് കിട്ടി കിട്ടൂല എന്ന് പറഞ്ഞാൽ അതോടുകൂടെ അള്ളാഹു നിങ്ങളായിട്ടുള്ള ബന്ധങ്ങൾ മുറിഞ്ഞു പോകും. ഇതൊക്കെ വലിയ വിഷയമാണ്. ഞാനിത് മുമ്പൊരിക്കൽ കടലുണ്ടിയിൽ റംസാനിൽ 10 ദിവസം തിരക്കൊന്നുമില്ലാത്ത കാലത്ത് പറഞ്ഞിരുന്നു. 300 പേജുള്ള പ്രാർത്ഥന എന്നുള്ള ബുക്ക് എഴുതിയിട്ടുണ്ട്. ഞാനത് പറഞ്ഞാൽ മണിക്കൂറുകളോളം പറയേണ്ടി വരും. പക്ഷേ സമയക്കുറവുകൊണ്ട് ഞാൻ എൻ്റെ സംസാരം ചുരുക്കുകയാണ്. അപ്പോൾ ദ്വാരക്കുമ്പോൾ ഒരിക്കൽ പോലും ദ്വാരന്നിട്ട് ഉത്തരം കിട്ടൂല എന്ന വാക്ക് തന്നെ അതിഗുരുതരമായ വാക്കാണ്. അള്ളാഹു നിങ്ങളും തമ്മിലുള്ള കണക്ഷൻ അങ്ങ് വേർപിരിഞ്ഞു പോകുന്ന വാക്കാണ്. അപ്പം അത് പറയാതെ നബിയുല്ലാഹി സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാം പറയാണ്, എത്ര പ്രായത്തിലാണ്, എത്ര കാലം അത് വാർന്നിട്ട് എന്നിട്ടും പറയുന്നത് എന്താ? വലം മക്കും ബിദുആഇക റബ്ബി ശക്തിയെ ചോദിച്ചിട്ട് ഉത്തരം കിട്ടാത്ത ഒന്നുമില്ല റബ്ബേ. അതിങ്ങനെ ആവർത്തിച്ച് പറഞ്ഞ് റബ്ബിനോട് നല്ലോണം സജീവാക്കിയാൽ റബ്ബ് നൽകും. റബ്ബെ നീ നൽകണേ അല്ലാഹ്. ഫാത്തിഹ ദുആ ചെയ്യാം. പുറമെ നിൽക്കുന്ന എല്ലാവരും സദസ്സിൽ കയറിയിരിക്കുക. ഈ ശബ്ദം കേൾക്കുന്ന എവിടെയെല്ലാം ഏതെല്ലാം മുഅ്മിനീങ്ങളുണ്ടോ ആ കസേല കുറച്ചുകൊണ്ട് അത് ഇട്ടിട്ട് എല്ലാവരും ഇരിക്കുക. ഇലാ ഹദറത്ത് നബി. ഇന്ന് പരിശുദ്ധമായ റജബ് മാസമാണ്, വെള്ളിയാഴ്ച രാവാണ്. ദുആക്ക് വലിയ ഇജാബത്ത് കിട്ടുന്ന സമയമാണ്. ഇൻഷാ അല്ലാഹ് ഇന്ന് നിങ്ങൾക്ക് സാരസമ്പൂർണമായ ഉപദേശം നൽകുന്ന ഹംസ മിസ്ബാഹ് ഉസ്താദ് ഓട്ടപ്പറമ്പ് പൂർണ്ണ ആരോഗ്യമുള്ള ദീർഘായുസോടെ ദീർഘകാലം ഈ ഉമ്മത്തിന് നേതൃത്വം നൽകാൻ നീ തൗഫീക്ക് നൽകണേ അല്ലാഹ്, നീ ഇസ്സത്ത് നൽകണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ഹംസ ഉസ്താദിൻ്റെ ഭാഗത്ത് തുടങ്ങുന്നു. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവരും ഇലാഹദുറ. പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ റജബ് 1 കഴിഞ്ഞു. മഹാനായ റഈസു താബീൻ ഹസൻ ബസ്രി റളിയല്ലാഹു തആല തങ്ങളുടെ ആണ്ടാണ്. ആറിന് സുൽത്താൻ ആരിഫിൻ അഹമ്മദുൽ കബീർ ദിഫായി റളിയല്ലാഹു തങ്ങളുടെ ആണ്ടാണ്. മഹാനായ ഇമാമുന ഷാഫി റളിയല്ലാഹു തങ്ങൾ ഈ റജബ് മാസത്തിൽ 29-നാണ്. മഹാനായ ഇമാമു നബി റളിയല്ലാഹു തആല തങ്ങൾ, മഹാനായ ഇമാം ഖാത്തിമത്തുൽ മുഹഖ്ഖിഖീൻ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു തആല തങ്ങൾ തുടങ്ങി ധാരാളം മഖ്താബീങ്ങളും മഖിയാസും ഈ ലോകത്തോട് വിട പറഞ്ഞ മാസമാണ്. അപ്പോൾ ഇവരൊക്കെ പേരിൽ ഇലാ ഹദറത്ത് നബിക്കൽ മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ثم إلى حضرات أرواح جميع الأنبياء والأولياء وأهل الخير كلهم خصوصا إلى حضرة روح رئيس التابعين سيد حسن بصري رضي الله عنه وإلى حضرة روح سلطان الهند خواجة محمد الجسر الأجميري قدس الله سره العزيز وإلى حضرة روح إمامنا الشافعي رضي الله عنه وإلى حضرة إمامنا النبي رضي الله عنه وإلى حضرة روح خاتمة المحققين علامة بن حجر الهيثمي رضي الله عنه خاصة إلى حضرة روح من حضرنا عنده
من وليك الكريم وسائر أوليائك الكرام كلهم أجمعين. الفاتحة. എല്ലാവരും സാസിലിരുന്നാൽ സാസിൻ്റെ പ്രൗഢിക്കല്ല, ഭംഗിക്കല്ല, ദുആക്ക് ഇജാബത്ത് കിട്ടാൻ ആ ഇരിക്കുമ്പോൾ അതബോടുകൂടെ തല മറച്ച് അതിൽ പൂർണ്ണമായ വിശ്വാസത്തോടുകൂടെ ഇരിക്കുമ്പോഴാണ് ഉത്തരം കിട്ടുക. അൽ ഫാത്തിഹ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين.